അപ്പൊ എല്ലാവരോടും ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് 3-4 ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഇതെന്താ പരസ്യം മാത്രമായി പോയോ നിങ്ങളുടെ ചാനൽ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ലിങ്ക് കൊടുക്കാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറേ കമന്റ്സ് വരാറുണ്ട്, ഇതിന്റെ ലിങ്ക് അയക്കോ, പിന്നെ അതേപോലെ ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കാറുണ്ട് ഇതിന്റെ ലിങ്ക് അയക്കോ എന്നുള്ളത്. ആ ഒരു കുപ്പിയുടെ ഇല്ലേ നമ്മളെ വീട്ടില് മുത്തശ്ശി ജാറ്, കുപ്പി ജാറിന്റെ നമ്മള് പൊടികൾ, അതെ, മസാല പൊടികളൊക്കെ ഇട്ട് വെച്ചത്, അത് വെറും 209 രൂപയ്ക്ക് 6 ബോക്സ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ മിന്ത്രയിൽ നിന്നാണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ സമയത്തൊന്നും ലിങ്ക് നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ അന്നത്തെ സമയത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കാറുണ്ടായിരുന്നു. ഈ ഓൺലൈനിൽ സാധനം വാങ്ങിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ തുടങ്ങിയ പിന്നെ അല്ല നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. നമ്മളിതിന് മുന്നേയും ഓൺലൈനിൽ അതെ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പലവരും നമ്മളെ ഫാമിലിയിലെ പലവരും ചോദിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോ റേറ്റ് കുറഞ്ഞ അതെ നിങ്ങൾ തന്നെ നോക്കി നോക്കൂ. അതെ നിങ്ങൾ തന്നെ നോക്കി നോക്കൂ. നമ്മൾ ആ ഉള്ളി ഉടച്ച് ചാലിച്ച റെസിപ്പിയുടെ വീഡിയോ ഉണ്ടായിരുന്നു മുത്തശ്ശി ഇട്ടിരുന്നത് കേട്ടോ. ആ വീഡിയോന്റെ താഴെ ലിങ്ക് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാത്തിനും പേഴ്സണലി ഇങ്ങനെ ലിങ്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെ 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 അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളതില്ലല്ലോ. കാരണം നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കും കൂടെ ഇഷ്ടപ്പെട്ടാലേ നമ്മളത് വാങ്ങിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഉപ്പ് ഭരണി ഉണ്ട് കേട്ടോ, ഒരു ജോക്കറിന്റെ ഭരണി. അത് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാ വാങ്ങിച്ചത് എന്നുള്ളത്. അത് നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് ഭരണിയുടെ. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ കല്യാണം എന്നാണ് വാങ്ങിച്ചത്. അത് നമ്മളൊരു ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി അവിടെ ലിങ്ക് കൊടുക്കാം. ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞു ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 150-170 രൂപയറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊന്നും നിങ്ങളെ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്ന സംഭവമല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താ പറയാ, പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ പരസ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചായിട്ടാണ് അങ്ങനെയെന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോ നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അല്ലാതിപ്പോ നമ്മൾ പരസ്യം തന്നെ ആയിട്ടില്ലല്ലോ. നമ്മള് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങുക. അപ്പൊ അതെല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് വാങ്ങാലോ. അതെ, കാരണം ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ ജീൻസിന്റെ ടോപ്പ് വാങ്ങിച്ചതുണ്ടായിരുന്നു. കാരണം എന്റെ സൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ XXL സൈസിലൊക്കെ സാധനം വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ അതേ സൈസിലുള്ള എന്താ പറയാ ഇപ്പൊ ചേച്ചിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മു ഇങ്ങനൊരു ഇത് ഇട്ടതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമായിട്ടോ, വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇത് നമുക്ക് ഒരു നഷ്ടമില്ലാത്തൊരു സംഭവമല്ലേ. ഞങ്ങൾ എന്തായാലും നിങ്ങളെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുക്കിംഗ് വീഡിയോ നമ്മൾ നോർമലി ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് ഓരോരോ വീഡിയോകൾ നമ്മൾ ഇടുന്നുള്ളത്. ആ ഇടുന്ന വീഡിയോയിൽ നമ്മൾ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടെ കാണിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഹണി പോട്ട് വാങ്ങിയ സമയത്ത് 2 കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കിട്ടണില്ല എന്നുള്ളത്. അപ്പൊ അവർക്കത് വാങ്ങിക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇപ്പൊ 100 പേര് നമ്മളെ വീഡിയോ കാണുന്നതില് അതിലൊരു 50 പേർക്കെങ്കിലും സാധനം ഈ ഒരു റേറ്റിന് വേറെ എവിടെയും കിട്ടാത്തത് കൊണ്ട് അവർക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതവര് വാങ്ങിച്ചോട്ടെ. താല്പര്യം ഇല്ലാത്തവര് വാങ്ങിക്കണ്ട. നമ്മളങ്ങനെ ആ രീതിയിലൊന്നും പറയണില്ലല്ലോ. അപ്പൊ നിങ്ങളിങ്ങനെ നമ്മൾ പരസ്യം ചെയ്യാൻ മാത്രം എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിപ്പോ ആഡൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ എന്നെ ആ മറ്റേ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്യണതിന്റെ മുന്നേ തന്നെ സജി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. സജിയേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീല ഭൃങ്ങാതി വേറെ ഇതൊരു ഇതേപോലെ തന്നെ ഒരു ഓയിലിന്റെ പരസ്യത്തിലേക്ക് ഇങ്ങനെ മുടി കട്ട് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൂട്ടി നമുക്ക് ഇന്നൊരു ഫിക്സഡ് പേയ്മെന്റ് ഒക്കെ തന്നിട്ട്
നമ്മൾ അതിലേക്ക് വിളിക്കുന്നതാണ് ആഡ് എന്ന് പറയുന്നത്, പരസ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പൈസ കൊടുത്ത സാധനം വാങ്ങിക്കുന്നുണ്ട്, നമുക്കതൊന്ന് എന്ന് വെച്ചാൽ ഒരു രീതിയിലും ബെനിഫിറ്റ് ഇല്ല എന്നുള്ള രീതിയിലല്ല പറയണത്. നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് സാധനം. അതെന്ത് ചെയ്യണോ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. കാരണം നമ്മൾ ആ ഒരു റേറ്റിനാണ്, നമ്മൾ വലിയ റേറ്റിന്റെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മ ഇട്ട ചുരിദാർ അല്ലേ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മ ഇട്ട ചുരിദാർ, അപ്പൊ ഇപ്പൊ അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെ, കാരണം നമ്മളിപ്പോ പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഞങ്ങള് എന്താ പറയാ എന്റെ ഡ്രസ് കളക്ഷൻ വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ കോളേജ് അതെ, നമ്മളിത് ഇപ്പോ ഇന്നോ ഇന്നലെ ആയിട്ട് പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും അല്ല. അതെ, ഓൺലൈൻ വാങ്ങിക്കണത് ഒരു തെറ്റാണെന്നൊന്നും ആരും പറയാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കണതും ഓൺലൈനായിട്ട് സാധനം വാങ്ങിക്കണതും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഒരു 600 രൂപയുടെ സാധനം സെയിം സാധനം വേണമെങ്കിൽ ഓൺലൈനിൽ ആ ഒരു റേറ്റിന് ഉണ്ടാവും. അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനുള്ള പോളിസിയും കൂടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഓൺലൈൻ ഷോപ്പിങ്ങും ഓഫ്ലൈൻ ഷോപ്പിങ്ങും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ചാനലിൽ വെറും പരസ്യം മാത്രം എന്നുള്ള കമന്റ് നിങ്ങൾക്ക് അതായിരിക്കും തോന്നേണ്ടത്. പക്ഷെ നമ്മളത് എന്താ പറയാ കൺവിൻസ് ചെയ്യിക്കുകയല്ല, നമ്മളത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. സാധാരണ വീഡിയോ ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പണ്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോ അത് നിങ്ങൾ മെയിൻ വീഡിയോ ഇപ്പൊ ലോങ് വീഡിയോ കാണുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം എന്തോ ഒരു വീഡിയോ പറഞ്ഞപ്പോ ഇപ്പൊ എന്താ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചു. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഇട്ടു, കുറേ പേര് കുക്കിംഗ് വീഡിയോ കണ്ടിട്ടില്ല. ഇതാണ് കുഴപ്പം, ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടാത്തതോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നമ്മൾ ചെയ്യാതിരിക്കണതോ ഒന്നുമല്ല സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോ 2 സാരി ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 സാരി നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ആ ഒരു മോഡൽ എന്തായാലും കിട്ടുണ്ടാവില്ല. അതെ, അപ്പൊ അത് നമ്മള് വീഡിയോ ഇടുന്ന സമയത്ത് കുറെ പേര് ചോദിക്കാറുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ, എവിടുന്നാ വാങ്ങിച്ചത്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം, മേ ബി അത് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ എന്തിനാ നമ്മൾ ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണതിനാ? നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ലിങ്ക് കൊടുക്കുക. നമുക്ക് അവരോട് പറയാൻ പറ്റുമോ, ഇല്ല ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ഞങ്ങൾ മാത്രമേ ഇടാൻ പാടുള്ളൂ, നിങ്ങൾക്ക് തരാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പറ്റുമോ? അപ്പൊ സാധാരണ ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇട്ട ഡ്രസ്സിന്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് കൊടുക്കാനും പറ്റുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊരു പരസ്യത്തിന് വേണ്ടിയിട്ടോ ഒരു സംഭവം ചെയ്യണമെന്നല്ല. ചില 2-3 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതിന്റെ അമ്മേ ഇപ്പോഴും എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാറുള്ള ഒരു ഡ്രസ്സായിട്ടുള്ള ആ ഡ്രസ്സിന്റെ അതെനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ഒരു ചോപ്പും അതിന്റെ ആ ഒരു ഫ്രോക്ക് കണ്ടിരുന്നില്ലേ? അതെ, ആ ഒരു ഫ്രോക്ക് അന്നത്തെ സമയത്ത് ഇട്ട സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ലിങ്ക് കൊടുക്കാൻ. കാരണം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലിങ്ക് തരുമോ, അമ്മൂന് ഇങ്ങനത്തെ ഫ്രോക്ക് ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ആ ഫ്രോക്ക് ഇപ്പൊ തടിയുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു ഒതുങ്ങിയ പോലെ തോന്നിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതെ, നമ്മള് പിന്നെ അതൊന്നും അത്ര നമ്മള് പിന്നെ കമന്റ് ചെയ്യാൻ നോക്കിയപ്പോ കണ്ടിട്ടായിരുന്നു മോള് അമ്മയുടെ തടി കുറയ്ക്കൂന്ന്. നമ്മളെങ്ങനെയാ ആദ്യമൊന്നുമില്ല, ജന്മന ഒന്നും അങ്ങനെയൊന്നുമല്ല. നമ്മള് ഡെലിവറി കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ അതൊരു വലിയ സ്റ്റോറിയാണ്. അത് നമ്മൾ എന്താന്നുള്ളത് ഒരു സ്റ്റോറിയിൽ നമ്മൾ പറയാം. പിന്നെ നമ്മള് ബോഡി ഷേമിങ് പാടില്ല എന്നും ഒരാളെ കുറ്റം പറയരുതെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും ആരും പറയാതിരിക്കൊന്നുമില്ല. അതെ, നമ്മളെ വീഡിയോയിൽ എന്താ കുഴപ്പറിയോ, അമ്മേനെ ഇന്നെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും എന്ത് തടിയാ, തടി കുറച്ചുകൂടെ. അമ്മായിനെ കണ്ടു കഴിഞ്ഞാൽ പറയും അമ്മായിക്കൊന്നും തിന്നാൻ കൊടുക്കണില്ലേ. നമ്മൾ ആരെങ്കിലും പട്ടിണിക്ക് ഇടുക സ്വന്തം വീട്ടില്? നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കും. അതെ, പണ്ടൊക്കെ സിനിമയിലൊക്കെ എത്ര തടിയുള്ളവരൊക്കെ ഉണ്ട്. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം അറിഞ്ഞും കൊണ്ട് നാശാവാൻ ഉള്ള രീതിയിൽ നിൽക്കില്ല അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരു അസുഖം അവർക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിന്റെ പിന്നിൽ ഉണ്ടാവും. അതെ, അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ വേണമെന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരാള് തടി കുറയ്ക്കാതിരിക്കാനോ, ചില അസുഖങ്ങൾ തൈറോയിഡിന് ചിലവര്
തടി കുറയും ചെയ്യും, ചിലവർ തടി കൂടും ചെയ്യും. പല പല അസുഖങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് കണ്ടു. പിന്നെ അതുപോലെ മുടീന്റെ കണ്ടു. മുടി എന്താ ചോദിച്ചാ ഒറ്റമൂലി തേച്ചിട്ടാണോ മുത്തശ്ശിയുടെ ഒറ്റമൂലി പരീക്ഷിച്ചിട്ടാണോ മുടി നരക്കണത് എന്നുള്ളത്? നര കൂടിയത്. നമ്മള് നോർമലി ഇപ്പൊ ഹെയർ ഡൈ എങ്ങനെയാ ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മള് പറയാറുണ്ട്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ മടിയാണ്. ഞാൻ അങ്ങനെ അമ്മ അങ്ങനെ സാധാരണ ഒരു 2-3 ഇഴ നരച്ചു എന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ കറുപ്പിക്കണ ഒരു അമ്മ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നല്ല, സാധാ നാടൻ ഒരു കുട്ടിയാണ്. അതെ, എന്നുവെച്ചാൽ എങ്ങനെയാണോ നമ്മൾ പോകുന്നത് ആ രീതിയിൽ ജീവിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ മുടിയുടെ സൈഡ് ഭാഗം നരച്ചോണ്ട് അയ്യോ എന്റെ സൈഡ് ഭാഗം മുടിയൊക്കെ നരച്ചൂലോ അങ്ങനെ കോംപ്ലക്സ് അടിച്ചിരിക്കുന്ന ആളൊന്നല്ല കേട്ടോ. അപ്പൊ അതന്നെ. അപ്പൊ അങ്ങനെ ഒരു ഒറ്റമൂലി പരീക്ഷിച്ചിട്ട് നമുക്ക് ഏജ് കൂടുന്തോറും നമ്മള് തലമുടി പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ ഈ സെൻട്രൽ പാർട്ടീഷനിലൊക്കെ 2-3-4-5 ഇഴകളൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മളത് ഒറ്റമൂലി പരീക്ഷിക്കുക അല്ലെങ്കിൽ നല്ലതിനൊന്നും നമ്മള് ഈ ഇത് ഒന്നും പറയല്ലേ, കാരണം നല്ലതിനൊന്നും ആരും നല്ലത് പറയാനുള്ളതൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ട്, നെഗറ്റീവ് കമന്റ്സ് കുറവാണ്. നോർമലി 2-3 പേര് പറയണതൊക്കെ ഉണ്ടാവാറുള്ളൂ. അത് പിന്നെ നമ്മളൊരു ദൃഷ്ടി തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ. പരീക്ഷിക്കാറില്ല. ഞാനപ്പോ അങ്ങനെ നമ്മളപ്പോ എല്ലാപ്പോ ഈ വീഡിയോയിൽ കാണിക്കേണ്ടത് എല്ലാം നമ്മളങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. ഉപയോഗിക്കും നമ്മള്. പിന്നെ വീഡിയോയില് കാണിക്കുന്ന ഡൈ ചെയ്ത 2-3 കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പരീക്ഷിച്ചിട്ട് നമുക്ക് വർക്കായി എന്ന് തോന്നിയ സംഭവമാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഓരോ പോലെയാണ്. ഓരോരുത്തരുടെ സ്കാൽപ്പില്ലേ, നമ്മള് തലയുടെ ഈ ഒരു ഭാഗം സ്കാൽപ്പ് പറഞ്ഞാലൊക്കെ മനസ്സിലായിണ്ടാവും. അവിടെ അതേപോലെ ഹെയറിന്റെ ടെക്സ്ചറും ഒക്കെ ഒരേപോലെയാണ്. ചിലരുടെ ഡ്രൈ ആയിട്ടുണ്ടാവും, നമ്മളുടെ ഈ ഒരു നെറുന്തലയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഡ്രൈ ആയതാവും. ചിലരുടെ ഭയങ്കര ഓയിലി ഉണ്ടാവും. കാരണം ചിലവർക്ക് എണ്ണ തേച്ചിട്ടില്ലെങ്കിലും ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരും. ചിലവരുടെ എത്ര എണ്ണ തേച്ച് കഴിഞ്ഞാലും ഒരു ഡ്രൈനെസ് ഉണ്ടാവും. അപ്പൊ പല രീതിയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കി നമുക്ക് എഫേർട്ട് എടുത്ത് നമ്മൾ പരീക്ഷിച്ചിട്ട് നമുക്ക് വർക്കായി എന്ന് തോന്നിയത് മാത്രമേ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ബീട്രൂട്ടിന്റെ ഒക്കെ മുടി നരയ്ക്കുന്നതിന്റെ ഒക്കെ സംഭവം ചിലവർക്ക് നല്ലതാവും. നല്ലതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളൂ. നിങ്ങൾക്ക് അത് വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ആവണില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുക. കാരണം എല്ലാവർക്കും നമുക്കിത് പറ്റും. ഇഷ്ടം പോലെ അതെ 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 അതെ. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞാവ ഇവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞാവ കുഞ്ഞാവ അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ട് നിക്കുകയാണ് അല്ലേ കുഞ്ഞാവേ? പാവാടൊക്കെ ഇട്ട് റെഡി ആയിണോ? ഒരു കറക്കൊക്കെ ഉണ്ട് കുഞ്ഞാവയ്ക്ക് ഒരു കറക്കൊക്കെ ഉണ്ട്. അതെ അതെ അതെ. പിന്നെ അതുപോലെ നമ്മളൊരു 2 ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കഴിഞ്ഞോലോ വെച്ചിട്ടാട്ടോ. പിന്നെ അതുപോലെ നമ്മളുടെ ഒരു 2 നൈറ്റിയുടെ നൈറ്റി വാങ്ങിച്ചതിന്റെ ഒരു കോംബോ ഓഫറിൽ വാങ്ങിച്ചതാ. നിങ്ങൾ സാധാരണ വീട്ടമ്മമാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമുക്ക് നൈറ്റി ഒന്നും എത്ര എടുത്താലും തീരില്ല. അപ്പൊ കുറച്ച് ഓഫർ പ്രൈസിൽ കിട്ടുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതിലേക്ക് എല്ലാദ്യം പോവുക. അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് എന്നാ പോയിക്കോളൂ. അപ്പൊ മാളു എന്നാല് അമ്പലത്തിലേക്ക് പോവാണ്, കുഞ്ഞാവ് അമ്പലത്തിലേക്ക് പോവാണ്. കുഞ്ഞാവി മാളൊക്കെ അമ്പലത്തിൽ പോയിട്ടോ. അതെ. അപ്പൊ നൈറ്റിയുടെ കാര്യം ഞാൻ അതാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇങ്ങനത്തെ കത്തിയൊക്കെ ഇല്ലേ, കത്തിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ട സമയത്ത് കുറെ പേര് വാങ്ങിച്ചിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നു. അതെ, കാരണം നിങ്ങളത് കാണിച്ചതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നല്ല യൂസ്ഫുൾ ആയി. കാരണം ഒരു കത്തിക്ക് നമ്മളൊരു കടയിൽ ഞാനടക്കം അന്വേഷിച്ചതാ കേട്ടോ. ഒരു കത്തിക്ക് ഞാനിവിടെ ടൗണിലത്തെ ഈ ഒരു കടയുടെ പേര് പറയണ മോശം വെച്ചിട്ടാണ്, ടൗണിലൊരു കടയിൽ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കത്തിക്ക് 180 രൂപയാണ് കേട്ടോ. ആ സ്ഥാനത്ത് നമ്മൾ 3 കത്തി 259 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വിലക്കുറവിൽ കണ്ട് നമ്മൾക്ക് നല്ലതാണ് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലർ പറ്റിക്കപ്പെടാറൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് കിട്ടാറുണ്ട്. അതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യണില്ല. നമ്മൾ എന്താ പറയണത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. നമ്മളൊരു നിർബന്ധിക്കുകയെ
ഒന്നും ചെയ്യില്ല. നമ്മളുടെ കണ്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ചേച്ചി കമ്മലിന്റെ ഫോട്ടോ അയച്ചെന്നത് അല്ലേ. ഞാനൊരു ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു ആനക്കുട്ടിയുടെ ഒരു കമ്മൽ, ഒരു സിൽവർ ടച്ച് ഉള്ള ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അയച്ചു തന്നു ആ ചേച്ചി. അതെ, എനിക്ക് ഒരുപാട് എനിക്കിഷ്ടമാണ് കേട്ടോ ആൾക്കാര്. അതെ അതെ അതെ, എനിക്കിഷ്ടമാണ്. ഇപ്പൊ എന്റെ അധികം ഇടാത്ത ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും വേറുള്ളവർക്ക് കൊടുക്കാനാണെങ്കിലും എനിക്ക് കുറെ ഡ്രസ്സ് വാങ്ങിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന വ്യക്തികൾ, ഇപ്പൊ ഇന്ന ആൾക്കാരൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ വ്യക്തികളൊക്കെ പല ഡ്രസ്സുകൾ ഇട്ടിട്ടും നല്ല ഒരുങ്ങി നടക്കണതും അതിങ്ങനെ മേക്കപ്പ് ചെയ്തു അങ്ങനെയല്ല, ഒരു പൊട്ടും കമ്മലൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നടക്കണതും സുന്ദരനായി നടക്കണൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കണൊക്കെ കാണാൻ ആരാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതായിട്ടോ അതൊരു പ്രത്യേക ഭംഗിയില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കണത്. അപ്പോൾ പൈസ കൊടുക്കാതെ ഇപ്പം നമുക്ക് ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലും ആമസോൺ ആണെങ്കിലും മിന്ത്ര ആണെങ്കിലും ഒന്നും പൈസ കൊടുക്കാതെ നമുക്ക് ഇങ്ങോട്ട് പ്രൊഡക്റ്റ് അയച്ചു തരുന്ന സംഭവമൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നമ്മൾ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇത് എന്താ പറയുക, അമ്മ ആ ഫോൺ എടുക്കും, ഞാൻ ജസ്റ്റ് അതൊന്ന് ഓർഡർ ചെയ്തതിൻ്റെ ലിസ്റ്റും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളടുത്ത് നമ്മൾ നോണ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടാനുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഞാൻ ഓർഡർ ചെയ്യാറുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇപ്പം ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഇട്ടൊരു ടോപ്പിൻ്റെ ഇതാണ് കേട്ടോ ആ ടോപ്പ്. കണ്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സാധനങ്ങൾ നമുക്ക് അയച്ചു തരണമെന്നല്ല, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കണത് തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ, നമ്മൾ ഒന്നും പറയണമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. കമൻറ്റ് ബോക്സ് അതിനാണല്ലോ എല്ലാവരുടെയും അഭിപ്രായം ഷെയർ ചെയ്യാനുള്ളൊരു സംഭവമുള്ളൂ. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കാന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കേട്ടിട്ടും നിങ്ങൾ എന്താണ് ഇടണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രേ എനിക്ക് പറയുള്ളൂ. കാരണം നമുക്ക് സന്തോഷമാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച സാധനം വേറൊരാള് വാങ്ങിയിട്ട് അതിന്റെ അതെ, അതുപോലെ തന്നെ നമ്മളെ ഇതില് നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ വീഡിയോ ഇട്ട സമയത്തൊക്കെ പലവരും ഉണ്ണിയപ്പം വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓൺലൈനിൽ നിന്നൊക്കെ ടോപ്പ് വാങ്ങിയിട്ട് ഇങ്ങനെ ചെത്തിയിട്ടിട്ട് ഇങ്ങനെ പോട്ടോ. അപ്പൊ ആ സമയത്ത് ഇത് ഓൺലൈനിൽ നിന്നാണ് അടി വാങ്ങിയേ, ഇതിന്റെ എത്ര പേടി, ഇത് ഏതെന്നാ മിന്ത്രയിൽ നിന്നാണോ വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരും അതേപോലെ വാങ്ങിക്കും. അതൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. ഇത് വലിയ എന്താ പറയാ, നമ്മൾ ഈ ബിഗ് ബഡ്ജറ്റ് പരസ്യം എന്നുള്ള സംഭവത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത് പരസ്യ സംഭവം ഒന്നുമല്ല, നിങ്ങൾക്ക് വാങ്ങണം. ഇപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു ബോട്ടിലിന്റെ ഒരു പരസ്യം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വായിൽ പരസ്യമേ വരണുള്ളൂ. ഒരു ബോട്ടിലിന്റെ ഒരു ബോട്ടിൽ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ 2 ലിറ്ററിന്റെ ഒക്കെ വലിയ ബോട്ടിൽ വാങ്ങിച്ചതിന്റെ അതെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ബോട്ടിൽ വേണമെങ്കിൽ ആരും വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ പൈസ കൊടുത്ത് വാങ്ങിച്ചത് നമ്മളെ കയ്യിലുണ്ട്, അല്ലാണ്ട് നമുക്ക് ആ ഒരു ബോട്ടിലിന് പ്രത്യേക എമൗണ്ട് നമുക്ക് തരുമൊന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണു. പിന്നെ എന്നാലും നമുക്ക് പൊതുവേ വേറെ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കുറവാണ്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, 2 ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അതെ, മനസ്സിലാവാത്ത ചിലവർ സംസാരിക്കുകയായിരിക്കും, അല്ലാണ്ട് ആരും ഉണ്ടാവും ഒന്നുമില്ല. ഈ കമന്റ് കണ്ടിട്ട് ചിലവര് നമുക്ക് അറിയുന്നവര് പോലും നമ്മളെ തെറ്റിദ്ധരിക്കും. കമന്റ് ഇട്ടൂല ശരിയാവും, അങ്ങനെ മനസ്സിൽ തോന്നുന്നവരുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇങ്ങനെ നമ്മളോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ എന്ത് കമന്റ് ഇട്ടാലും നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കുള്ളൂ. നമ്മൾ അതിനെ വലിയ നിങ്ങൾ തരുന്ന സന്തോഷം, നിങ്ങൾക്ക് നമ്മൾ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായി എന്നുള്ളത് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് തന്നെ എടുക്കും. അല്ലാത്ത നമ്മൾ അങ്ങനെ വലിയ മൈൻഡൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു നിങ്ങളടുത്ത്. നിങ്ങൾ എന്താ പറയണം എന്നുള്ളത് നമുക്കറിയില്ല. അത് നിങ്ങൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക അല്ലേ. കമന്റിലൂടെ എല്ലാം അറിയാം. അതെ, അപ്പൊ ഇനി നാളെ തൊട്ട് ഞാൻ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്തത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കും. കാരണം എനിക്ക് കാണിക്കാൻ ഇപ്പൊ ഈ ഒരു ഫാമിലി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിക്കാന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളെങ്കിലും കാണിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്നെ കാണുന്നത് മുത്തശ്ശി, അമ്മാവൻ, അമ്മായി, അമ്മ, അച്ഛൻ, കുട്ടു, ഇത്ര പേരെ എന്നെ കാണുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരെ എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വന്നിടുന്നത് കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് അപ്പൊ തന്നെ കൊടുക്കാം. നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചിലവര് ലിങ്ക് നമുക്ക് നല്ല ഉപകാരപ്പെട്ടു, ഈ ലിങ്ക് ഇങ്ങനെ വീഡിയോയിൽ ഇടണമെന്ന് പറയുന്നതും ആളുകളുണ്ട്. അതെ അതെ, അതല്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താന്ന് വെച്ചാൽ നമ്മള് വാങ്ങിച്ചൊരു സാധനം വേറെ നമ്മളെ പരിചയം ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ വാങ്ങിയത് കണ്ടിട്ട് വാങ്ങിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.